ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റമദാൻ മാസം 17-ാം നോമ്പിൽ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ സംഭവം നടന്നു. ബദർ യുദ്ധം. ബദർ യുദ്ധത്തിൻ്റെ സംഭവ വിശദീകരണങ്ങളിലേക്കല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ വിഷയം നേരത്തെ പരാമർശിച്ചതുപോലെ ബദർ യുദ്ധത്തിൽ നിന്ന് വിശ്വാസികൾക്ക് ഇനി വരുംകാല മുസ്ലിങ്ങൾക്കും പൊതുജനങ്ങൾക്കുമെല്ലാം ലഭിക്കുന്ന സന്ദേശത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇംറാനിലെ 123-ാമത്തെ ആയത്തിൽ വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല വത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. അല്ലാഹു നിങ്ങൾക്ക് ബദർ ദിനത്തിൽ സഹായം നൽകി, അനുഗ്രഹിച്ചു, സഹായം നൽകി. വഅൻതും അദില്ല, നിങ്ങൾ അദില്ലത്ത് ആയിരുന്നു. അദില്ലത്ത് എന്ന് വെച്ചാൽ എളിയവർ എന്നുള്ളൊരർത്ഥവുമുണ്ട്, അതിൻ്റെ കൂടെ നിന്ദ്യരായവർ എന്നുള്ളൊരർത്ഥവുമുണ്ട്. ബദർ യുദ്ധത്തിൻ്റെ സംഭവങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പദം കൊണ്ട് ഉദ്ദേശിച്ചതെന്ന്. അതായത് 2 കുതിരകളും 70 ഒട്ടകങ്ങളും മാത്രമുള്ള 300-ൽ പരം വിശ്വാസികളുടെ ആ യാത്രാ സംഘത്തെ പരാമർശിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അദില്ലത്ത് എന്നുള്ള പദം ഉപയോഗിച്ചത്. 1000-ഓളം വരുന്ന ശത്രു സൈന്യത്തെ നേരിടുവാൻ 300-ൽ 310-ന്നും 13-ന്നും 9-ന്നും ഒക്കെയുള്ള പല കണക്കുകൾ നമുക്ക് റിപ്പോർട്ടുകൾ കാണാം. എന്ന് തന്നെയാണെങ്കിലും 3 ഗുണം താഴെയുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ അവരുടെ അവസ്ഥയെ പരാമർശിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല അദില്ലത്ത് എന്നുള്ള പദത്തിലൂടെ. പക്ഷേ അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കുക. അതായത് ബദർ യുദ്ധത്തിൽ തന്നെ നിങ്ങൾക്ക് നൽകിയ വിജയം അത് അല്ലാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സഹായത്തിലും ആദ്യം നിങ്ങളിൽ ഉണ്ടാവേണ്ട ബോധം എന്നത് തഖ്വയാവണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. സൂറത്തുൻ നസ്ർ ഖുർആനിലെ അവസാന സൂറത്തുകളിലൊന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ അവതരിച്ച സൂറത്താണ്. അതായത് വലിയ വിജയങ്ങൾ വന്നു കഴിഞ്ഞ് ഇസ്ലാമിലേക്ക് കൂട്ടമായി ആൾക്കാർ വന്നു തുടങ്ങുന്ന ആ പശ്ചാത്തലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് അല്ലാഹുവിൻ്റെ വിജയവും സഹായവും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കൂട്ടമായി ആൾക്കാർ ഇസ്ലാമിലേക്ക് സ്വീകരിക്കുന്നതായി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താനാണ്, അള്ളാഹുവിനെ പുകഴ്ത്തുവാനാണ്, തസ്ബീഹ് ചെല്ലുവാനാണ്, തഹ്മീദ് അൽഹംദുലില്ലാ പറയുവാനാണ്. അതിൻ്റെ കൂടെ ഇന്നഹു കാന തവ്വാബ, കാരണം അള്ളാഹു തൗബകൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നവനാണ്, തൗബ നൽകുന്നവനാണ്. അതായത് നിങ്ങൾ തൗബ ചെയ്യേണ്ടവരാണ്. ഇവിടെ ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം പരാമർശിക്കുന്ന ആയത്താണ്. സൂറത്തു നസ്റോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾക്ക് ശേഷം അവസാനം അവതരിച്ച സൂറത്താണ്. ഈ 2 സൂറത്തുകളിലും അല്ലെങ്കിൽ ആദ്യത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയോട് തഖ്വ, തൗബ, മഗ്ഫിറത്ത് എന്നിവ സ്വീകരിക്കുവാനാണ് നമ്മളോട് കൽപ്പിക്കുന്നത്. വിജയങ്ങളെല്ലാം അള്ളാഹുവാണ് തരുന്നത്, സഹായം അള്ളാഹുവാണ് തരുന്നത്. നമുക്കറിയാം ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനും അൻഫാലുമെല്ലാം ഈ 2 സൂറത്തുകളിലാണ് സൂറത്ത് ബദർ കൂടുതൽ വിശദീകരിക്കുന്നത്. അവിടെയെല്ലാം പല ഭാഗങ്ങളിലായി മലക്കുകളുടെ സാന്നിധ്യത്തെക്കുറിച്ച് അള്ളാഹു മലക്കുകളെ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം നടത്തുന്നത് കാണാം. അതിൻ്റെ അർത്ഥം മലക്കുകൾ യുദ്ധത്തിൽ പങ്കെടുത്തുവെന്നോ ഇല്ലോ എന്നതല്ല. അതായത് വിശ്വാസികളോട് പറയുന്നത് നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യുക, ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുമെന്നതാണ്. ബദർ യുദ്ധത്തിൻ്റെ സംഭവം നമ്മൾ വിശദീകരിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പ്രാർത്ഥനകളാണ്.
അതായത് ഇസ്ലാം പ്രധാനമായും പഠിപ്പിക്കുന്ന ഒരു ആശയമുണ്ട്. വിശ്വാസികൾ ചെയ്യേണ്ടത് ചെയ്യുക, അള്ളാഹു അതിന് റെസ്പോണ്ട് ചെയ്യുന്നവനാണ് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഈ ആയത്ത് ഇവിടെ പറയുന്നത്. വലഖദ് നസറകുല്ലാഹു ബി ബദർ എന്ന് പറയുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിന് മുമ്പ് വിശ്വാസികളെയൊക്കെ കണ്ണോടിച്ച് നോക്കി, അതിൻ്റെ കൂടെ തന്നെ മുശ്രിക്കുകളെയും മക്കൻ മുശ്രിക്കുകളെയും ശത്രുക്കളെയും നോക്കിക്കൊണ്ട് അവരുടെ സൈന്യ സന്നാഹങ്ങളൊക്കെ കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ, അള്ളാഹുവെ അവർ നഗ്നപാതരാണ്, ഫഹ്മിലുഹും അവർക്ക് ധരിച്ചു കൊടുക്കുക. അല്ലാഹുമ്മ ഇന്ന ഉറാത്തുൻ ഫക്സുഹും അവർക്ക് നഗ്നരാണ്, അതായത് വേണ്ട തരത്തിലുള്ള വസ്ത്രങ്ങൾ പോലും ഇല്ലാത്ത ആ ചൂട് ഭാഗത്ത് റമദാൻ മാസത്തിലൂടെ നടന്ന് ബദറിലെത്തിയവരാണ്. പടച്ചവനെ അവർക്ക് വേണ്ടത്ര വസ്ത്രങ്ങൾ താങ്കൾ കൊടുക്കുക, അള്ളാഹു കൊടുക്കുക. അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ ഫഅശ്ബിഉഹും, പടച്ചവനെ അവർ വിശന്നു വലഞ്ഞവരാണ്, അവർക്ക് വിശപ്പ് മാറ്റിക്കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ പ്രാർത്ഥനയാണ്. ബദർ യുദ്ധം നടക്കുന്നതിന് മുമ്പുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ പ്രാർത്ഥന തൻ്റെ കൂടെയുള്ള വിശ്വാസികളെ, അതായത് ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് വിശ്വാസികൾക്ക് ആ കൂടി നൽകാൻ കഴിയുന്നത്? നമുക്കറിയാം, മക്കൻ ജീവിതഘട്ടത്തിൽ ഒരുപാട് പേർ പീഡിപ്പിക്കപ്പെടുമ്പോൾ സുമയ്യ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ആൾക്കാർ ഷഹീദാവുന്ന സാഹചര്യത്തിൽ പല സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുമ്പോൾ നബി ആ കൂടി അവർക്ക് പറയുന്ന മറുപടി, ക്ഷമിക്കുക, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയുന്ന വാഗ്ദാനമേ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ആ പീഡനങ്ങളൊക്കെയും സഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിലേക്ക് ഹിജ്റ ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം വാഗ്ദാനം ചെയ്തതിൻ്റെ പേരിൽ മാത്രം യുദ്ധത്തിന് തയ്യാറാവുകയും ചെയ്തവരോട് നബിയുടെ തിരിച്ചുള്ള മറുപടിയാണ്, പടച്ചവനെ ഇവർ പാവങ്ങളാണ്, ഇവർക്ക് വസ്ത്രമില്ല, ചെരുപ്പില്ല, ഭക്ഷണമില്ല, അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അതുമാത്രമല്ല വേറെയും ചില പ്രാർത്ഥനകൾ കാണാം. അല്ലാഹുമ്മ അൻജിസ്നി ലീ മാ വാത്തനി, പടച്ചവനെ നീ എനിക്ക് വാഗ്ദാനം ചെയ്ത് നീ എനിക്ക് തരണമേ. അല്ലാഹുമ്മ ആതി മാ വാത്തനി, നീ എനിക്ക് കരാർ ചെയ്ത വാഗ്ദാനം ചെയ്തത് പടച്ചവനെ നീ എനിക്ക് തരണമേ. ഇൻ തഹ്ലുക ഹാദുൽ അസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദു മിൻ ആർ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത്, ഈ ചെറിയ സംഘമെങ്ങാനും നശിച്ചു പോയാൽ നിന്നെ ഭൂമിയിൽ ആരാധിക്കാൻ ഒരാളും ബാക്കി ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു, പ്രാർത്ഥിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ ഇങ്ങനെ ആകാശത്തെ ഉയരുകയും ഇവിടെ തോളത്തുണ്ടായിരുന്ന ഷോൾ താഴെ ഉതിർന്നു വീഴുകയും അത് ഞാനെടുത്ത് മുകളിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന സംഭവം അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അത്രത്തോളം വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ പറയുന്നത്, പടച്ചോനെ നീ എനിക്ക് കരാർ ചെയ്തു തരൂ എന്ന രീതിയിലാണ്. അല്ലാഹുമ്മ ഇന്നി അൻഷുദുക അഹദക വ വഅദക, പടച്ചവനെ നീ എന്നോട് കരാർ ചെയ്ത് ഞാൻ തിരിച്ചാവശ്യപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് ഈ പരിപാടി ഇസ്ലാമിൻ്റെ പേര് നടത്തുന്ന, റമളാൻ്റെ സംസാരം നടത്തുന്ന ഈ പരിപാടി ഇവിടെ നിന്ന് കേൾക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്നത്തെ ബദർ യുദ്ധത്തിന് മുമ്പുള്ള ഈ പ്രാർത്ഥനയായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്ത കരാറിൻ്റെ പാലനം, അതിൻ്റെ പൂർത്തീകരണമാണ് നമ്മൾ ഇവിടെ നിന്ന് ഈ പരിപാടി പങ്കെടുക്കാൻ കഴിയുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ഫലമായി നൽകുന്നതെന്ന് നമുക്ക് കാണാം. മറ്റൊരു ചില പ്രാർത്ഥന പറയുന്നത്, അല്ലാഹുമ്മ ലാ തൗദിഅ മിന്നി, പടച്ചവനെ എന്നെ നീ കൈവെടിയല്ലേ. അല്ലാഹുമ്മ ലാ തഹൂരനി, എന്നെ നീ ഉപേക്ഷിക്കല്ലേ. അല്ലാഹുമ്മ ലാ തത്രിനി, എന്നെ നീ ഒഴിവാക്കി കളയല്ലേ. അല്ലാഹുമ്മ അൻഷുദ് മാ വഅതനി, പടച്ചവനെ നീ എനിക്ക് കരാർ ചെയ്തത് നീ എനിക്ക് തരണമേ. ഞാൻ പറഞ്ഞത്, നിരവധി പ്രാർത്ഥനകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി, ഈ ബദറിൻ്റെ തലേന്ന് രാത്രി മുഴുവനും അവിടെ പ്രാർത്ഥിക്കുകയായിരുന്നു, നമസ്കരിക്കുകയായിരുന്നു. അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ, ഞങ്ങൾ എല്ലാവരും ഉറങ്ങുകയായിരുന്നു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഉറങ്ങാതെ ഉണർന്നിരുന്നുകൊണ്ട് പ്രാർത്ഥനയും നമസ്കാരത്തിലും മാത്രം ഇരിക്കുന്ന ഒരു നേതാവിനെയാണ് ഞങ്ങൾ കണ്ടതെന്ന് അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തൻ്റെ സമുദായം, തൻ്റെ കൂടെ വന്ന, തന്നിൽ വിശ്വസിച്ച് തൻ്റെ കൂടെ ഇറങ്ങിയ ആ ആൾക്കാരെ, അവരുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു റസൂലിനെയാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ ഖുർആനിൽ മുനാഫിക്കുകളുടെ ഒരു ചർച്ച നമുക്ക് ഈ ഖുർആനിൽ കാണാം. മുനാഫിക്കുകൾ പറയുന്നുണ്ട്, സൂറത്തുൽ അൻഫാൽ 49-ാമത്തെ ആയത്തിൽ, ഇത് യഖൂലുൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദ്, മുനാഫിക്കുകളും ഹൃദയത്തിൽ രോഗമുണ്ടായിരുന്നവരും പറയുന്ന സന്ദർഭം നിങ്ങളൊന്ന് ഓർക്കുക. ഗർറ ഹൗലാഇ ദീനുഹും,
ഇവരുടെ ദീൻ ഇവരെ പറ്റിച്ചു കളഞ്ഞു, വഞ്ചിച്ചു കളഞ്ഞിരിക്കുകയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കൊപ്പം ബദറിലേക്ക് ജിഹാദിന് പോയ വിശ്വാസികളെക്കുറിച്ച് മുനാഫിക്കുകൾ ബാക്കി വന്ന മദീനക്കാരോട് പറയുന്ന വർത്തമാനമാണ്. ദീൻ അവരെ പറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു മൻ യതവക്കലു അലല്ലാഹ്, എന്നാൽ അള്ളാഹുവിൽ ആരാണോ തവക്കുൽ ചെയ്തത് ഫ ഇന്നല്ലാഹ അസീസുൻ ഹക്കീം, അപ്പോൾ അള്ളാഹു ഏറ്റവും ശക്തിമാനും ആ വിഷയത്തിൽ ഏറ്റവും യുക്തിജ്ഞനുമാകുന്നു. കാരണം ആരാണ് വിജയിക്കാൻ പോകുന്നതെന്നും ആരാണ് പരാജയപ്പെടാൻ പോകുന്നതെന്നും അള്ളാഹുവിന് നന്നായി അറിയാം എന്ന് അള്ളാഹു പറയുന്നു. സൂറത്ത് അൻഫാലിൽ അതേ സൂറത്തിൽ തന്നെ 42-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, എന്തിനാണ് ബദർ യുദ്ധം സംഭവിച്ചത്, അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യിന വ യഹ്യ മൻ ഹയ്യ അൻ ബയ്യിന. ബദർ യുദ്ധം അതിന് ചില കാരണങ്ങളുണ്ട്. ബദർ യുദ്ധം സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് നശിച്ചവർ നശിക്കുവാൻ വേണ്ടിയിട്ടാണ്. വ്യക്തമായ തെളിവോടുകൂടി ജയിക്കാൻ പോകുന്നവർ, ജീവിക്കാൻ പോകുന്നവർ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്, വ്യക്തമായ തെളിവോടുകൂടി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു ഒരു കാര്യമാണ്. അതായത് ബദർ യുദ്ധം എന്നത് ബാത്തിൽ അത് തകരാനുള്ളതാണ്. ജാൽ ഹഖ് വ സഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ. ഖുർആൻ മറ്റൊരിടത്ത് പറയുന്ന ഒരു ആശയമാണ്. അതായത് സത്യം വരും, മിഥ്യ തകരും, മിഥ്യ അത് തകരാനുള്ളതാണ്. ഇവിടെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്ന ഒരു ഭാഗം ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യിന എന്ന് പറഞ്ഞാൽ കാഫിറുകൾക്ക് അത് വ്യക്തമായി നേരിട്ട് കാണാൻ. കാരണം അവർ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, മുഹമ്മദും സംഘവും ബദറിലെത്തിയിട്ടുണ്ട്, നമ്മൾ ശക്തരാണ്, നമ്മൾ 1000-ഓളം പേരുണ്ട്, നമ്മൾ അവിടെ ചെന്നിട്ട് മുഹമ്മദിനെയും സംഘത്തെയും പരാജയപ്പെടുത്തുന്നതോടുകൂടി സത്യം ഏത് പക്ഷത്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് അവർ സ്വയം കരുതിയിരുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ആരാണ് കുഫർ, ആരാണ് കാഫിർ, ആരുടെ കയ്യിലാണ് കുഫർ, ആരാണ് ശക്തിമാനെന്ന് ബദറിൽ നാം കാണിച്ചു തരാം. അതിന് മറുപടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത് ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യിന. വ്യക്തമായ തെളിവോടുകൂടി കുഫർ തകരുന്ന നിമിഷമായിരുന്നു ബദർ യുദ്ധം. അതുപോലെ തന്നെ വ്യക്തമായ തെളിവോടുകൂടി ആരാണോ ഇനി ജീവിക്കാൻ പോകുന്നത്, ആരാണോ ഇനി അങ്ങോട്ട് ഇസ്ലാമിൻ്റെ പേരിൽ നിൽക്കാൻ പോകുന്നത് എന്ന് കാണിച്ചു കൊടുക്കുന്ന നിമിഷവും കൂടാണ്. അതുകൊണ്ട് തന്നെയാണ് സൂറത്തുൽ അൻഫാലിൽ ഇതിനുമായി വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത് ഇത് യൗമുൽ ഫുർഖാനാണ്. ബദർ യുദ്ധം ആ ദിനത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് അത് ഫുർഖാനിൻ്റെ ദിവസമാണ്. സത്യമേതെന്നും അസത്യമേതെന്നും ധർമ്മവും അധർമ്മവും നീതിയും ന്യായവും അന്യായവും ഏതെന്നൊക്കെ വിശദീകരിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ വ്യക്തമായി കാണിച്ചു കൊടുക്കുന്ന ദിനം എന്നാണ് യൗമുൽ ഫുർഖാൻ എന്നതിൻ്റെ അർത്ഥം. നമുക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് ഫാറൂഖ് എന്നുള്ള പേര് പോലും കൊടുത്തത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. സത്യത്തെയും അസത്യം വ്യക്തയും വേർതിരിച്ചറിയുന്ന ഒരാളെന്ന നിലയിൽ ആ പദം അതിൻ്റെ അത്രയും ആഴമുള്ളതാണ്. അതായത് ബദർ യുദ്ധത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ അവരാണ് ശരിയായ സത്യത്തിൻ്റെ ആൾക്കാരെന്നും ബദർ യുദ്ധത്തെ വിശ്വാസികളായി ഇവർ പോകുന്ന മുനാഫികളടക്കമുള്ള ആൾക്കാരെ ഇവിടെ കുറിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇവർ പോകുന്നത് പരാജയത്തിലേക്കാണ് എന്ന് കരുതിയവർക്കും കൂടിയിട്ടുള്ള മറുപടിയാണ് ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യിന വ യഹ്യ മൻ ഹയ്യ അൻ ബയ്യിന. ഈ ബദർ യുദ്ധത്തെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നേതാവെന്ന നിലയിൽ തൻ്റെ കൂടെ വിശ്വസിച്ചവർക്ക് ആവശ്യമായ തരത്തിലുള്ള സപ്പോർട്ട് അള്ളാഹുവിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ആശ്വാസവും നേടിക്കൊടുക്കുന്നുണ്ട്. നമുക്ക് സൂറത്തുൽ അൻഫാലും അതുപോലെ തന്നെ ആലി ഇംറാനിലും വിശദീകരിക്കുന്ന കാണാം. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സംഘവും ഒരുമിച്ച് നിന്ന ഭാഗത്ത് മഴ ഇറക്കി കൊടുക്കുകയും അവരുടെ കുഴിമണ്ണായ സ്ഥലത്ത് നല്ല ഉറപ്പുള്ള മണ്ണാക്കി മാറ്റുകയും അവരെ രാത്രിയിൽ നുആസ് എന്ന രീതിയിൽ, അതായത് നല്ല സക്കീനത്തുള്ള സമാധാനപൂർവ്വം ഒരു ടെൻഷനുമില്ലാതെ സമാധാനപൂർവ്വം ഉറങ്ങാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുകയും അതുമാത്രമല്ല ബദർ യുദ്ധത്തിൽ ശത്രുക്കളെ അവരുടെ എണ്ണത്തെ കുറച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ആലി ഇംറാനിലും അൻഫാലിലും വിശദീകരിക്കുന്നത് കാണാം. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു. അതുമാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിൻ്റെ ചില നിമിഷങ്ങൾ എങ്ങനെയാണ് ഒരു നേതാവ് തൻ്റെ സൈന്യത്തെ, തൻ്റെ അനുയായികളെ കൊണ്ട് നടക്കുന്നത് എന്നും കൂടി പഠിപ്പിക്കാൻ കഴിയുന്ന ചില ഉദാഹരണങ്ങൾ കൂടി കാണിച്ചു തരുന്നുണ്ട്. അതിലൊന്ന് സ്വാദ് ബിൻ അസിയ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവമാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ സൈന്യത്തെ, മുസ്ലിം സൈന്യത്തെ ഒരുക്കി നിർത്തുകയാണ്. അണിയണിയായി നിർത്തുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയ്യിലുള്ള വടികൾ കൊണ്ട് എല്ലാവരെയും ഒതുക്കി പോകുമ്പോൾ ഈ സ്വാദ് റളിയല്ലാഹു അൻഹു കുറച്ച് മുൻപന്തിയിലോട്ട് മുന്നിട്ട് നിന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വടി വെച്ചൊന്ന് കുത്തിയിട്ട് പറഞ്ഞു ഇസ്തവേ, നേരെ നിൽക്കാൻ പറയുന്നു. പെട്ടെന്ന് അദ്ദേഹം എന്ന് ഒച്ച വെച്ചുകൊണ്ട് നബിയെ താങ്കൾ എന്നെ വേദനിപ്പിച്ചു, എനിക്ക് പ്രതികാരം വീട്ടണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് സഹാബികളാകെ വഷളായി. ഇതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പകരം വീട്ടാൻ ഒരാൾ ആവശ്യപ്പെടുകയുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓക്കെ, എന്താണ് ആവശ്യം? വസ്ത്രം അഴിക്കാൻ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലെ ഗൗൺ അഴിച്ച് മാറ്റിക്കൊടുക്കുന്നു. ഈ സഹാബി സ്വാദ് ബിൻ അസിയാസ് എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു, ആ സഹാബി ഓടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാരി പുണരുകയും വയറിൽ മുത്തം വെക്കുകയുമാണ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, നബിയെ എനിക്ക് പകരം വീട്ടാനൊന്നുമല്ല, ഇതൊരു പക്ഷേ എൻ്റെ അവസാന നിമിഷമാവാം, ഇതും കൂടി പൂർത്തീകരിച്ചുകൊണ്ട് പോവുക എന്നൊരാഗ്രഹമാണ്. അതായത് ഇത് ഒരു സഹാബിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കുള്ള സ്നേഹം എന്നതിനേക്കാളും അപ്പുറം റസൂലിൻ്റെ ഒരു നേതാവിൻ്റെ അനുയായികളോടുള്ള നീതിപൂർവമായ നിലപാടിനെക്കുറിച്ചും കൂടിയിട്ടുള്ള സംഭവം നമുക്ക് ബദറിൽ കാണാം. എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള ബോധം. അതുപോലെ തന്നെ ബദർ യുദ്ധത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ചില ഓർമ്മയുണ്ട്. അത് അലി റളിയല്ലാഹു അടക്കമുള്ള മറ്റൊരു സഹാബിയും കൂടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 കുതിരകളും 70 പരം ഒട്ടകങ്ങളും മാത്രമേ ഉള്ളൂ, 300 പരം വിശ്വാസികളുമുണ്ട്. ഇവർ ചെയ്തിരുന്നത് പരസ്പരം മാറി മാറി യാത്ര ചെയ്ത് ഒട്ടകത്തിൽ കയറി ഇറങ്ങിയും യാത്ര ചെയ്യുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ ചെയ്തു. കൂടുതൽ നടക്കുന്ന കണ്ടിട്ട് വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ ഇതിൻ്റെ ആവശ്യമുണ്ടോ? അതായത് ഞങ്ങൾ നടക്കാം, താങ്കൾ ഒട്ടകത്തിലോ അല്ലെങ്കിൽ കുതിരയിൽ കയറി പോവുകയും ചെയ്യുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മറുപടി പറയുന്നത്, എന്നെക്കാളും ശക്തരൊന്നുമല്ല നിങ്ങൾ, നടക്കാൻ നിങ്ങളെക്കാളും ആരോഗ്യം എനിക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികളോട് പറയുന്നത്, നടക്കാൻ നിങ്ങളെക്കാളുമുള്ള ആരോഗ്യം എനിക്കുണ്ട്, അതുപോലെ തന്നെ നടന്നുകൊണ്ട് പുണ്യം വാരാൻ നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹം എനിക്കുമുണ്ട്. അതായത് നടന്നുകൊണ്ട് നേതാവ് എന്ന നിലയിൽ ഞാനാണല്ലോ ഭരണാധികാരി, ഞാനാണല്ലോ നേതാവ്, എൻ്റെ കീഴിൽ എന്നെ അനുസരിക്കുന്നവരാണല്ലോ നിങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ഒട്ടകത്തിലോ കുതിരയുടെ കയറി ആ പാവങ്ങളെ നടത്തിക്കൊണ്ട് പോകുന്ന നേതാവായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ പോലും എല്ലാവരും ഒരു നബിയിൽ നിന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രം ജീവിച്ച ഈ മനുഷ്യന്മാരുടെ മുമ്പിലും അതേസമയം തന്നെ ഒരേ സമഭാവന നിലനിർത്തുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിഞ്ഞതായും നമുക്ക് ഈ സംഭവത്തിലൂടെ കാണാൻ കഴിയുന്ന മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ യുദ്ധം ചെയ്യുന്നത് ബദർ യുദ്ധത്തിൻ്റെ ചില സംഭവങ്ങളിലൂടെ എന്തൊക്കെ പാഠങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാണ് ഞാൻ പരാമർശിക്കുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും യുദ്ധം ചെയ്യുന്നത് മുശ്രിക്കുകളോടാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘത്തിനോടൊപ്പം എത്തിച്ചേരുന്നത്. കുറച്ച് വൈകിയാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഒരു സംഭവം ഉണ്ടായി, ഞങ്ങൾ മദീനയിൽ പുറത്തായിരുന്നു, അതുകൊണ്ട് താങ്കളുടെ കൂടെ സൈന്യത്തിനോടൊപ്പം ആദ്യം ഇറങ്ങാൻ കഴിഞ്ഞില്ല. അദ്ദേഹം സ്വന്തം വാപ്പയുമായിട്ടാണ് വരുന്നത്. പക്ഷേ മദീനയിലെ വഴിക്ക് പകുതി വെച്ച്, മദീന പുറത്ത് വെച്ച് മുശ്രിക്കുകൾ ഞങ്ങളെ പിടിച്ചു. അവരോട് ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ മദീനയിലേക്കാണ്. അല്ല, നിങ്ങൾ മുഹമ്മദിനെ, അവരെങ്ങനെയാണോ, നിങ്ങൾ മുഹമ്മദിൻ്റെ കൂടെ കൂടാനാണോ പോകുന്നത്, യുദ്ധത്തിൽ ചേരാനാണോ പോകുന്നത്? അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ല, ഞങ്ങൾ മദീന ലക്ഷ്യം വെച്ചാണ് പോകുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾക്കെതിരെ യുദ്ധത്തിൽ നിങ്ങൾ പങ്കുകൊള്ളാൻ പാടില്ല എന്ന കരാറുണ്ടെങ്കിൽ നിങ്ങളെ വിട്ടയക്കാമെന്ന് ഈ സഹാബി 2 വാപ്പയും മകനോടും ഈ മുശ്രിക്കുകൾ പറയുന്നു. എന്നാൽ ആ കരാർ സ്വീകരിച്ചുകൊണ്ട് അവർ മടങ്ങുന്നു. എന്നാൽ ഇവർ നേരെ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അടുത്താണ്. നബിയോട് കാര്യങ്ങൾ പറയുന്നു. നബിയെ, ഞങ്ങളിങ്ങനെ കരാർ ചെയ്തു, പക്ഷേ ഞങ്ങൾക്കും ഈ ജിഹാദിൽ, ഈ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ കരാർ ചെയ്തിട്ടുണ്ടെങ്കിൽ പങ്കെടുക്കണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 3 ഗുണം താഴെയുള്ള 1000 വരുന്ന സൈനിക ശക്തിക്കെതിരെ 300 പരമുള്ള വിശ്വാസികൾക്ക് ആളെ കിട്ടിയാൽ അത്രയും വലിയ കാര്യമെന്ന് കരുതുന്ന സാഹചര്യത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളോട് ചെയ്ത ഒരു കരാറിൻ്റെ പൂർത്തീകരണമാണ് തൻ്റെ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെടുന്നത്. എങ്ങനെയാണ് ഒരു നേതാവിന് ഇതിന് കഴിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കല്ലാതെ മറ്റൊരു നേതാവിന് കഴിയുമോ? ലോക സമൂഹത്തിൽ ബദർ യുദ്ധം ഇത്രയും വലിയ മാതൃകയായി മാറുന്നത് ഇതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിലുണ്ട്, വലഖദ് നസറകുമുല്ലാഹു ബി ബദറിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. വത്തഖുല്ലാഹ്, ആ സഹായങ്ങളിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം. വിജയങ്ങൾ അത് നന്ദി കാണിക്കാനുള്ളതാണ്. നന്ദി എന്ന് പറയുന്ന കൃതജ്ഞതാബോധം നമ്മളിൽ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ്.
അഹങ്കാരഭാവം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അൻഫാലിൽ തന്നെ മുശ്രിക്കുകളുടെ വരവിനെ വിശദീകരിക്കുന്നുണ്ട്. അവർ ബഹളം വെച്ചും പാട്ടുപാടിയുമൊക്കെയാണ് വരുന്നത്. നാട്ടുകാരെ റിയാ അന്നാസ്, നാട്ടുകാരെ, അതായത് ബദറിലേക്ക് എത്തുന്ന വഴി വരെയുള്ള ഭാഗങ്ങളിൽ നാട്ടുകാരെ കാണിക്കാനും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് വന്നിരുന്നത്. ആ രീതിയിൽ നിങ്ങൾ ആവരുത് കേട്ടോ എന്ന് വിശ്വാസ സമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് അൻഫാലിൽ കാണാം. ഇതും ഉൾക്കൊണ്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതായത് കരാറുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് മുശ്രിക്കുകളാണെങ്കിലും ശത്രുവിനോടാണെങ്കിലും ശരിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത് കാണാം. അതുപോലെ തന്നെ ബദർ യുദ്ധം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ ചെറുതും വലുതുമായ ഏത് കാര്യമാണെങ്കിലും അത് കൂടിയാലോചനയിലൂടെ കൂടി ഉണ്ടാക്കേണ്ടതാണെന്ന് നമ്മളെ ബദർ യുദ്ധം പഠിപ്പിക്കുന്നുണ്ട്. അംറുഹും ഷുറാ ബൈനഹും വഷാവിറുഹും ഫിൽ അംറി എന്ന രീതിയിൽ ഖുർആൻ പലയിടത്ത് കൂടിയാലോചനയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അഷീറു അലയ്യ അയ്യുഹന്നാസ്, ഈ ബദറിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് സഹാബികളെ എന്നോട് കൂടിയാലോചിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും വിളിച്ചുകൂട്ടി പറയുന്നത് കാണാം. കൂടിയാലോചനയുടെ ഫലമാണ്, ഒരു ഒത്തൊരുമയുടെ ഫലമാണ് ആ വിജയം പോലും. അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ പോലും വിശ്വാസി അവന് ചെയ്യേണ്ടത് ചെയ്യണം. മൻജദ്ദ വജദ, ആരാണോ പണിയെടുക്കുന്നത് അവനാണ് ലഭിക്കുക. നമ്മൾ ഇതിൻ്റെ കൂടെ പഠിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ തവക്കുലിനെ കുറിച്ച്. ബദർ വിഷയം പറയുമ്പോൾ തന്നെയും അള്ളാഹു തവക്കുലിനെ കുറിച്ച് പറയുന്നുണ്ട്. തവക്കുലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് തരത്തിൽ വിശദീകരിക്കുന്നത് കാണാം. ഒന്ന് തവാക്കുൽ, മറ്റൊന്ന് തവക്കുൽ. തവക്കുൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള ഒട്ടകത്തെ അത് കെട്ടിയിടുക, എന്നിട്ട് പ്രാർത്ഥിക്കുക, പടച്ചവനെ എൻ്റെ ഒട്ടകത്തെ നീ നോക്കണേ എന്ന്. അതിനാണ് തവക്കുൽ എന്ന് പറയുക. ചെയ്യേണ്ടത് ചെയ്യുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. രണ്ടാമത് തവാക്കുൽ, ഒട്ടകത്തെ കെട്ടിയിടാതെ അഴിച്ചുവിടുകയും എൻ്റെ ഒട്ടകത്തെ നീ നോക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തത്, അത് ഇസ്ലാമികമല്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കുറിച്ച് പറഞ്ഞു, വമൻ യതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ തവക്കുൽ ചെയ്യുന്നവൻ ഇന്നല്ലാഹ അസീസുൻ ഹക്കീം, അവരുടെ കാര്യത്തിൽ അള്ളാഹു വിജയം നൽകുന്നവനാണ്, ശക്തിവാനാണ്, യുക്തിജ്ഞനാണ് എന്ന് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. അതാണ് ശൂറ, ചെയ്യേണ്ടത് ചെയ്യുകയും നമ്മളാൽ കഴിയും മുഴുവൻ പൂർത്തീകരിക്കുകയും എന്നിട്ട് അള്ളാഹുവിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുക എന്നതും കൂടി നമുക്ക് ബദറിൻ്റെ കാര്യത്തിൽ പഠിപ്പിക്കുന്നത് കാണാം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു പോയിന്റും കൂടി ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ബദർ യുദ്ധ വിശദീകരണത്തിൽ ഖുർആൻ പല ഭാഗങ്ങൾ പറയുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമകളോടുള്ള സമീപനം കൂടി വിശദീകരിക്കുന്നത് കാണാം. ബദർ യുദ്ധം കഴിഞ്ഞു, നല്ല ശതമാനം അടിമകളെ, അതായത് അടിമകളെന്നതിനേക്കാളും അപ്പുറം തടവുപുള്ളികളെ വിശ്വാസികളിൽ ലഭിച്ചു. ഇവരെ എന്താണ് ചെയ്തത്? കാരണം അന്ന് അതുവരെ നിലവിലില്ലാത്ത തരത്തിലുള്ള തടവുപുള്ളികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായി നമുക്ക് സംഭവവിശദീകരണങ്ങൾ കാണാൻ പറ്റും. കാരണം മക്കി കാലഘട്ടത്തിൽ തന്നെ, ബദറിലേക്ക് മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മക്കി കാലഘട്ടത്തിൽ തന്നെ തടവുപുള്ളികളോടും യതീങ്ങളോടും മിസ്കീങ്ങളോടും എങ്ങനെ പെരുമാറണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. വയുതഈമൂന അലാ ത്വാമി മിസ്കീനം വയതീമം വ അസീറ, വയതീമൂന അലാ ത്വാമി അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വ അസീറ. അതായത് വിശ്വാസികൾ അവരുടെ കയ്യിലുള്ള ഭക്ഷണത്തിനോടും സമ്പത്തിനോടും ആഗ്രഹമുണ്ടായിട്ടും ആവശ്യമുണ്ടായിട്ട് പോലും യതീമിനെയും മിസ്കീനിനെയും തടവുപുള്ളികൾക്കും പ്രാമുഖ്യം നൽകുന്നവരാണ് വിശ്വാസികൾ. എന്നിട്ട് വിശ്വാസികളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല, ഞങ്ങൾ നിങ്ങളെ അള്ളാഹുവിൻ്റെ വജ്ഹ് തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ് തീറ്റിക്കുന്നത്, തരുന്നത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ജസാവോ പ്രതിഫലമോ നന്ദിയോ പ്രതീക്ഷിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. ഈ സംഭവം, അതായത് മക്കി സൂറത്തിൽ പഠിപ്പിച്ച ആ പാഠം നമുക്ക് ബദറിന് ശേഷം വിശ്വാസികളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, ഇസ്തൗസൗൽ അസാറ, അതായത് അവരുടെ ഇസ്തൗസൗൽ അസാറ ഖൈറ, വിശ്വാസികളോട് വിളിച്ചു പറഞ്ഞു, ഈ തടവുപുള്ളികളുടെ കാര്യത്തിൽ നിങ്ങൾ ഏറ്റവും നല്ല നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന്. അതിൽ അബൂ അസീസ് ബിൻ ഉമൈർ, പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാനും ഈ തടവുപുള്ളികളുടെ കൂട്ടത്തിലായിരുന്നു. എന്നോട് അൻസാരികളായ മദീനക്കാരായ വിശ്വാസികൾ എന്നോട് വന്നിട്ട് ഞങ്ങൾക്ക് ഈത്തപ്പഴം തരുമായിരുന്നു, ഉച്ചയൂണിനും രാത്രി ഭക്ഷണത്തിന് ഞങ്ങൾക്ക് ഖുബ്സ് റൊട്ടി തരുമായിരുന്നു, ആവശ്യമുള്ള വെള്ളം തരുമായിരുന്നു, വസ്ത്രം തരുമായിരുന്നു, ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള റാഹത്തും അവർ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തിൽ ഒരുക്കി തരുമായിരുന്നു.
ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊരു പാഠവും കൂടാണ്. ഇത് നമുക്ക് ആധുനിക കാലത്തിൽ ഫലസ്തീനിലും കാണാൻ കഴിയും. ഒരു വിശ്വാസിയുടെ കയ്യിൽ ഈമാൻ പേറുന്ന, ഇസ്ലാം ഏറ്റുപിടിക്കുന്ന ഒരു വിശ്വാസിയുടെ കയ്യിൽ ഒരു തടവ് പുള്ളി പീഡിപ്പിക്കപ്പെടേണ്ടവനല്ല എന്ന് ആധുനിക കാലത്ത് പോലും നമ്മളെ കാണിച്ചു തരുന്ന ഫലസ്തീൻ സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. അത് നിങ്ങൾ അത് ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ബദർ യുദ്ധത്തിന് ശേഷം എന്താണ് നടന്നത്? ഒരു യുദ്ധം കഴിഞ്ഞാൽ സാധാരണ ആ ഭാഗത്ത് പോയി എല്ലാവരെയും തകർത്തെടുത്ത് അവരെ മുഴുവൻ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുകയും അവരെ മുഴുവൻ ഗനീമത്ത് എന്ന പേരിൽ അടിച്ചെടുക്കുകയും ചെയ്യുന്ന, റെയ്ഡ് ചെയ്യുന്ന ഒരു ഗോത്രവർഗ സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധം നടത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അതിന് പുറകെ പോയില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബദർ യുദ്ധത്തിന് ശേഷം 3 ദിവസം ബദർ സ്ഥലത്ത് തന്നെ നബിയും സംഘവും തങ്ങി. ഇനി എങ്ങാനും ആരെയും തിരിച്ചു വരികയാണെങ്കിൽ അവരെയും കൂടി തുരത്തിയിട്ടേ പോകുള്ളൂ എന്നുള്ള തീരുമാനത്തിൻ്റെ പേര്. അതായത് പരാജയപ്പെട്ടു ഇനി തിടങ്ങു പോകാം എന്ന രീതിയിലല്ല, ഇനി ആരും വരാൻ കഴിയില്ല, ആരും അതിനെ കൈ പൊക്കരുത് എന്നുള്ള തീരുമാനം എടുത്തിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് പരാജയം സമ്പൂർണ്ണമാക്കി കളയുക. അതുകൊണ്ടാണ് നേരത്തെ ആയത്ത് പറഞ്ഞത് ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യിന, വ്യക്തമായ തെളിവോടുകൂടി അവരെ നശിപ്പിച്ച് കളയുക. ആലോചിച്ച് നോക്കുക, എല്ലാ ഭീഷണിയും നേരിട്ട ഒരു വിശ്വാസ സമൂഹം മദീനയിൽ വന്ന് ചെറുതായ ഒരു ഭരണകൂടം സ്ഥാപിക്കുന്നതിൻ്റെ തൊട്ടടുത്ത വർഷങ്ങളിലാണ് ബദർ യുദ്ധം സംഭവിക്കുന്നത്. എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് മുഹമ്മദും സംഘവും പരാജയപ്പെടാൻ പോവുകയാണ്. നേരത്തെ നമ്മൾ ഓതി വെച്ച ആയത്തിൽ പോലെ മദീനയിൽ തന്നെ മുനാഫിക്കുകളും ദുർബല വിശ്വാസികളായ ആൾക്കാർ പോലും ഈ ദീൻ അവരെ പറ്റിച്ചു കളഞ്ഞു കേട്ടോ എന്ന് വിശ്വസിക്കുന്ന പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിലാണ് ഈ യുദ്ധം വിജയമുണ്ടാകുന്നത്. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധവിജയം ഉറപ്പുവരുത്തുവാൻ വേണ്ടി 3 ദിവസം കഴിഞ്ഞിട്ട് അവിടെ താമസിച്ച് അവരിനി തിരിച്ചു വരില്ല എന്ന ഉറപ്പോട് കൂടിയിട്ടാണ് പിന്നീട് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോകുന്നത്. അത്രത്തോളം വിജയം സമ്പൂർണ്ണമാക്കുക, ഉറപ്പ് വരുത്തുക. അതായത് അതിൽ നമുക്ക് തരുന്നൊരു പാഠം, ഒരു വിശ്വാസി ചെയ്യേണ്ടത് ഇഹ്സാനാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ സമ്പൂർണ്ണമാക്കി ചെയ്യുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്സാൻ എന്താണെന്ന് വിശദീകരിക്കുന്ന ഒരു ഹദീസിലുണ്ട്, അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക്. അള്ളാഹുവിനെ നീ കാണുന്നുണ്ട് എന്ന രീതിയിൽ ഇബാദത്ത് ചെയ്യുക. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. അതിനാണ് ഇഹ്സാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. ഇഹ്സാൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഒരു കാര്യം പൂർണ്ണമായും സമ്പൂർണ്ണമായും ചെയ്ത് വീട്ടുക എന്നതാണ് ഇഹ്സാൻ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു ഹദീസും ഈ ഒരു അർത്ഥവും കൂടെ ചേർത്ത് വായിക്കുക. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്ന, ഏറ്റെടുക്കുന്ന പണി സമ്പൂർണ്ണമായി പൂർത്തീകരിക്കുന്ന ഒരു വിശ്വാസി, അവനെയാണ് അള്ളാഹു അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹ്സിൻ എന്ന പദം കൊണ്ട് വിശേഷിപ്പിച്ചത്. അത് നമുക്ക് ബദർ യുദ്ധത്തിൽ കാണാം. അവരുടെ പരാജയം സമ്പൂർണ്ണമായും ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാഗത്തു നിന്ന് മടങ്ങിപ്പോയിട്ടുള്ളൂ എന്നും കൂടി നമുക്ക് കാണാം. അതിൻ്റെ കൂടെ ബദർ യുദ്ധത്തിൻ്റെ, ഞാൻ അവസാനിപ്പിക്കാം, ബദർ യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അത് ഈ തടവ് പുള്ളികളുടെ അവരുടെ കഴിവിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പൊതുവെ നിരക്ഷരരായ അറേബ്യൻ സമൂഹത്തിൽ അറിവ് അറിയുന്ന, എഴുതാനും വായിക്കാനും അറിയുന്ന തടവ് പുള്ളികളെ കൊണ്ട് സഹാബികൾക്ക് അക്ഷരവിദ്യാഭ്യാസം വായിക്കാനും പഠിപ്പിക്കാനും സൗകര്യമൊരുക്കി കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഏതൊരു സാഹചര്യത്തെയും പോസിറ്റീവായ തലത്തിലേക്ക് ഉപയോഗപ്പെടുത്തുക എന്നതും ബദർ യുദ്ധം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠമാണ്. യുദ്ധവിജയം എന്നത് ഒരു ചെറിയ സംഘത്തെ പരാജയപ്പെടുത്തിയ സംഭവമാണല്ലോ ബദർ. കമ്മിൻ ഫിഅത്തിൻ ഗലബത്തിൻ കസീറ, കമ്മിൻ ഫിഅത്തിൻ കസീറ ബിഇദ്നില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എത്ര ചെറിയ സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. വല്ലാഹു മഅസ്സാബിരീൻ. കാരണം ഈ എല്ലാ ഭീഷണികളിലും വെല്ലുവിളികളിലും സബറോടുകൂടി അള്ളാഹുവിൻ്റെ പാതയിൽ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ അവർക്കൊപ്പമാണ് അള്ളാഹു എന്ന് കാണിക്കുന്നു. അതാണ് ബദർ യുദ്ധം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം. സബറോടുകൂടി നേരിട്ടപ്പോൾ വളരെ ഫലപ്രദമായ, ഉപകാരപ്രദമായ ഒരുപാട് ഉപകാരങ്ങൾ, പ്രൊഡക്റ്റുകൾ നമുക്ക് ബദർ യുദ്ധത്തിൽ തന്നെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ മദീനയിലെ ഒട്ടുമിക്ക വിശ്വാസികൾക്കും എഴുത്തും വായനയും അറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും
മാറി എന്നും കൂടി നമുക്ക് ബദർ യുദ്ധത്തിൻ്റെ പ്രധാന ഫലമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു തരത്തിൽ ഇഹ്സാനുള്ള, തഖ്വയുള്ള, സബറുള്ള, ഈമാനുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇസ്ലാമിനോടും കമ്മിറ്റ്മെൻറ്റുള്ള ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഫോർമേഷനും കൂടി ഉറപ്പുവരുത്തുന്ന സംഭവമായിരുന്നു ബദർ യുദ്ധം. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദർ യുദ്ധത്തെ യൗമുൽ ഫുർഖാൻ എന്ന് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇനി എന്നെന്നും ജീവിക്കാൻ പോകുന്ന ആശയത്തിൻ്റെ വക്താക്കളായി യഹ്യാ മൻ ഹയ്യ അൻ ബയ്യിന, വളരെ വ്യക്തമായ തെളിവോടുകൂടി സ്വീകരിക്കുന്ന ആശയത്തിൻ്റെ പേരിൽ ജീവിക്കാൻ പോകുന്ന വിശ്വാസ സമൂഹങ്ങളെ ഉണ്ടാക്കുന്ന സംഭവമായും നമുക്ക് ഖുർആൻ പഠിപ്പിച്ചത് ഇതിൻ്റെ പേരിലാണ്. അതുകൊണ്ട് ബദർ നമ്മെ പഠിപ്പിക്കുന്നത് ഒരുപാട് വീരേതിഹാസങ്ങളല്ല. അതും കൂടെ ആണെങ്കിലും നമ്മൾ ബദർ നമ്മെ പഠിപ്പിക്കേണ്ടത് അള്ളാഹു നമ്മോടൊപ്പമുണ്ട്, നമ്മൾ അള്ളാഹുവിനോടൊപ്പം ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ വലിയാകുമെന്ന് പറയുന്ന ബോധമാണ്. മലക്കുകളുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ബോധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചില്ല എങ്കിൽ അത്തിയല്ലാഹു വ റസൂലഹു വലാ തനാസഉ, ഈ ആയത്ത് അതായത് അൻഫാൽ പറയുന്ന ഭാഗത്ത് വിശ്വാസികളോട് പറയുന്നു, ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്ന ഭാഗമാണ്, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. നിങ്ങൾ അനുസരിച്ചില്ല എങ്കിൽ ഫതഫ്ശലു, അതായത് നിങ്ങൾ വലാ തനാസഉ, നിങ്ങൾ ഭിന്നിക്കരുത്. അങ്ങനെയാണ് ഫതഫ്ശലു, നിങ്ങൾ പരാജയപ്പെടുമ്പോൾ തദ്ഹബു റീഹുക്കും, നിങ്ങളുടെ കാറ്റ് പോകുമെന്നാണ് അള്ളാഹു പറഞ്ഞത്. ബദർ യുദ്ധം വിശദീകരിക്കുന്ന ഭാഗത്താണ് ഈ ആയത്തും പറഞ്ഞത്. അള്ളാഹുവിനെ റസൂലിനെയും അംഗീകരിക്കുകയും പരസ്പരം ഭിന്നിക്കാതിരിക്കുകയും ചെയ്യുക, കൂടെ നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും, നിങ്ങളുടെ കാറ്റ് പോകും. അള്ളാഹു സ്വാബറുകൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. ബദർ നമ്മെ പഠിപ്പിക്കുന്നത് സുബ്റാണ്. ബദർ നമ്മെ പഠിപ്പിക്കുന്നത് സ്വീകരിക്കുന്ന ആശയത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റാണ്. ബദർ നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ ജനങ്ങളോടുള്ള നീതിപൂർവമായ നിലപാടാണ്. ബദർ നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസികൾക്കിടയിലുള്ള എല്ലാവർക്കുമിടയിലുള്ള ഒരു സമഭാവനയാണ്. ബദർ അത് വിശ്വാസത്തിൻ്റെ, ഈമാനിൻ്റെ പ്രതിഫലമായിരുന്നു എന്നാണ് ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.